അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദാരിദ്ര്യത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളതാണ്. പണം ഇല്ലായ്മ, ദുഃഖം, കടം, ബുദ്ധിമുട്ട് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ഇസ്ലാമികപരമായി നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ദാരിദ്ര്യം പലപ്പോഴും വെറും സാമ്പത്തിക പ്രശ്നമല്ല, അതിനുള്ളിൽ ആത്മീയമായ കാരണമുണ്ട്. ഖുർആനിലും ഹദീസുകളിലും പറയുന്നത് പോലെ ഒരാൾ ദിക്റിൽ നിന്ന് അകലുമ്പോൾ, അള്ളാഹുവിൻ്റെ ഓർമ്മയില്ലാതെ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദുഃഖവും ദാരിദ്ര്യവും നിറയാൻ തുടങ്ങും എന്നുള്ളതാണ്. അതുപോലെ സൂറത്തുൽ ത്വാഹ 124 ആയത്തിൽ പ്രത്യേകം പറയുന്നു, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിസ്സാരമാക്കുന്നവൻ്റെ ജീവിതം കഠിനമായിരിക്കും എന്നുള്ളത്. രണ്ടാമത് പറയാൻ പാപങ്ങൾ കൊണ്ടുള്ള ഒരു ദാരിദ്ര്യം. ഇസ്ലാമിൽ പല പാപങ്ങൾക്കും ലോകപരമായ ദോഷങ്ങളുണ്ട്. ദാരിദ്ര്യത്തെയും ബാധിക്കുന്ന ചിലത് താഴെ പറയാം. ഒന്ന്, സക്കാത്ത് കൊടുക്കാത്തത്. സക്കാത്ത് അള്ളാഹുവിൻ്റെ ഉത്തരവാണ്. അത് നൽകാത്തവർ അവകാശ വഞ്ചകരാണ്. ഇതും ദാരിദ്ര്യത്തിനും അഭാവത്തിനും വഴി തുറക്കപ്പെടും. മറ്റൊന്ന് റിബ, അതായത് പലിശ ഉപയോഗിക്കുന്നത്. പലിശ അത്ര വലിയ പാപമാണ്. അള്ളാഹു അതിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് വഞ്ചനയും ചതിയുമായുള്ള വ്യാപാരം. ഹറാമായ മാർഗങ്ങളിൽ നിന്നുള്ള വരുമാനം താൽക്കാലികമായി വലിയതായിരിക്കും, പക്ഷെ അത് ദാരിദ്ര്യത്തിലേക്കാണ് നമുക്ക് നയിക്കുക. ഇനി പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. തൗബയും ഇസ്തിഗ്ഫാറും. നിത്യേന നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ പറയണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആകർഷിക്കുന്നു. അതുകൊണ്ട് മഴ, വിഭവം, സന്താനം എല്ലാം അതിലൂടെ നമുക്ക് വരും. നിങ്ങൾ നിത്യേന അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് നിങ്ങൾ നിത്യേന പതിവാക്കുക. അതുപോലെ ദിക്റും നിസ്കാരവും ജീവിതത്തെ സമാധാനം തരുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ദിക്ർ ജീവിതത്തിൽ നിത്യേന എടുക്കണം. അതുപോലെ നിശ്ചയമായും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് 5 നേരത്തെ നിസ്കാരം. ഇതുതന്നെയാണ് ആദ്യം ചോദിക്കപ്പെടുന്ന കാര്യം. അതുകൊണ്ട് നിസ്കാരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം നമ്മളുടെ ദാരിദ്ര്യങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഹലാൽ റിസ്കിനായി പരിശ്രമിക്കുക. അള്ളാഹു ഹലാൽ വഴികളിൽ ബറക്കത്തും റിസ്ക്കും നൽകുന്നു. ഹറാമിൽ ഉള്ളിൽ മധുരമുണ്ടായേക്കാം, പക്ഷെ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ദാരിദ്ര്യമായിരിക്കും. അതുകൊണ്ട് ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ ദാരിദ്ര്യം വന്നാൽ അതിനെ ഈമാനത്തോടും അതുപോലെ തൗബയോടും ഹലാൽ പരിശ്രമത്തോടും മാത്രം നിങ്ങൾ നേരിടുക. അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസം നമുക്ക് സമാധാനം, വിഭവവും നൽകും. ഒന്ന് മാത്രം നിങ്ങൾ പറയണം, എത്ര വലിയ കഷ്ടപ്പാടും ദാരിദ്ര്യത്തിലാണെങ്കിലും നിങ്ങൾ ഹസ്ബുൻ അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് തന്നെ ഏത് നേരവും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ദുആ ചെയ്ത് പ്രാർത്ഥിക്കണം. അള്ളാഹു തന്നെയാണ് മതിയാവുന്നത്. നമുക്ക് ഏറ്റവും വലിയ റബ്ബ് തന്നെയാണ്. അവൻ ഏറ്റവും കാര്യഭാരക്കാരനാണ്. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്.